പുസ്തകത്താളിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു പ്രൊഫസർ എബ്രഹാം എം നിധിരി രചിച്ച രണ്ടാം ലോക മഹായുദ്ധം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരമാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മനുഷ്യർ എന്നോളം കൂട്ടിവരിച്ച് സകല സമ്പാദ്യവും നഷ്ടപ്പെടുന്ന ഏതാനും നാളുകൾ, മനുഷ്യർ സ്വയം വരുത്തിവെച്ച ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ, യുദ്ധങ്ങൾക്ക് വിരാമമിടാനുള്ള യുദ്ധമെന്ന് ഒന്നാം ലോകമഹായുദ്ധത്തെ വിശേഷിപ്പിച്ചെങ്കിലും 20 വർഷങ്ങൾക്കങ്ങാപ്പുറം മറ്റൊരു യുദ്ധം കൂടി തടയാൻ മാനവരാശിക്ക് കഴിയാതെ പോയതിന്റെ കഥകൾ. നൂതന ജർമ്മനിയുടെ പിതാവായ ബിസ്മാർക്ക് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: കൂടിയാലോചനകൾ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണമെന്നില്ല. യുദ്ധദേവൻ ഇരുമ്പുപകട എടുത്തുറിഞ്ഞിരിക്കുന്നു. ആ ഇരുമ്പുപകടയാണ് രണ്ടാം ലോക മഹായുദ്ധം. 1939 സെപ്റ്റംബർ 1 പോളണ്ടിന് മേൽ ജർമ്മനി അഴിച്ചുവിട്ട ആക്രമണങ്ങളോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തിരശീല ഉയരുകയായിരുന്നു. ഞാൻ ജർമ്മനിയുടെ ഒന്നാമത്തെ ഭടനായിരിക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പടയാളിയുടെ ഉടുപ്പ് ഞാൻ അണിയുന്നു. വിജയം കൈവരിക്കാനാകാതെ ഈ ഉടുപ്പ് ഞാൻ ഊരിമാറ്റുകയില്ല എന്ന ദൃഢനിശ്ചയം ചെയ്ത, അതിശക്തന്മാർ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഏറ്റവും ശരിയെന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ച ഒരേയൊരു നേതാവ്, വിയന്നയിലെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് അർദ്ധപട്ടിണിക്കാരനായി നടന്ന ഒരു യുവാവ്, അഡോൾഫ് ഹിറ്റ്ലർ. വിയന്നയിലെ തെരുവുകളിലൂടെ അർദ്ധപട്ടിണിക്കാരൻ നടന്ന ഈ യുവാവിന് സമ്പന്നന്മാരായ ജൂതന്മാരോട് തോന്നിയ വെറുപ്പിന്റെ കഥകളുടെ വിവരണം, വഞ്ചകന്മാർ പ്രതികാരത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല എന്ന് കയ്യൊപ്പ് ചാർത്തിയ റഷ്യയുടെ ചുവരെഴുത്തുകൾ, ആൻ ഫ്രാങ്ക് എന്ന ഡച്ച് ജൂതബാലികയിലൂടെ വെള്ളിരേഖ മിന്നിമറഞ്ഞ ഇരുണ്ട കാലഘട്ടത്തിലെ യൂറോപ്യൻ സംസ്കാരങ്ങളുടെ വിവരണങ്ങൾ, എരിയുന്ന പകയിൽ വെന്തുനേറിയ ഒരു പറ്റം മനുഷ്യജീവന്റെ പച്ചമണമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, തണുത്ത് മരവിച്ച ഒരു ശരീരത്തിലേക്ക് മറ്റൊരു ശരീരത്തിൽ നിന്ന് ചൂട് പകരാനാകുമോ എന്ന ക്രൂരമായ ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ അങ്കത്തട്ടുകൾ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിനെ ലോക നേതാവാക്കി മാറ്റിയ അമേരിക്കയിൽ നടന്ന ചരിത്ര സംഭവ വികാസങ്ങൾ. പുസ്തകത്താളിന്റെ 512 പേജിൽ രണ്ടാം ലോക മഹായുദ്ധം ഇന്ത്യക്ക് സമ്മാനിച്ച സംഭവ വികാസങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇന്ത്യയിൽ 27,000 ആളുകളാണ് യുദ്ധസേനയിൽ ഉണ്ടായിരുന്നത്. മഹായുദ്ധത്തിന് ശേഷം അതിൽ 20 ലക്ഷം ആളുകൾ കവിഞ്ഞു. അന്ന് ഏതാണ്ട് ഇന്ത്യയിൽ വലിയ പുരോഗതി നടന്നിട്ടില്ലെങ്കിലും യുദ്ധമേഖലയിൽ യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിരവധി ചെലവുകൾ യുദ്ധത്തിന് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. നാവികസേനയുടെ അംഗബലം 200-ൽ നിന്ന് 27,000-ആയി കവിഞ്ഞു. യുദ്ധമേഖലയിൽ സ്ത്രീകൾ ഏർപ്പെട്ടിരുന്നത് വെറും 27,000 മാത്രമായിരുന്നെങ്കിൽ യുദ്ധത്തിന് ശേഷം കണക്കെടുക്കുമ്പോൾ 82,000-ആയി സ്ത്രീകളുടെ അംഗബലം കൂടിയിരുന്നതായി കണക്കാക്കുന്നു. 1945 യുദ്ധം അവസാനിക്കുമ്പോൾ ആദ്യമായി ജർമ്മനിയുടെ അന്തരീക്ഷത്തിൽ 1939 ശേഷം തൂക്കുകൾ നിശബ്ദമാകുന്ന ഏതാനും നാളുകളുടെ തിരശീല അവിടെ ഉയരുകയായിരുന്നു. സമാധാന ചർച്ചകൾ നടന്നു. 1944 മാൻഹട്ടൻ പ്രൊജക്ടിന്റെ ഭാഗമായി നടന്ന അമേരിക്കയുടെ ഗവേഷണങ്ങൾ, സൂര്യബിംബം താഴെ വീണ് ഉടഞ്ഞെന്ന പ്രതീതിയിൽ ലോകരാഷ്ട്രങ്ങളെ മൊത്തം നശിപ്പിക്കുവാൻ കഴിവ് ഉള്ള ശേഷി വർദ്ധിച്ച അമേരിക്ക ജപ്പാനിൽ മേൽ നടത്തിയ പ്രഹരമായ അണുബോംബിന്റെ വിക്ഷേപണങ്ങൾ, 1945 സ്ഥാപിതമാകുന്ന ഐക്യരാഷ്ട്ര എന്ന സംഘടനയുടെ ലോകരാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ചരിത്ര വിവരണങ്ങൾ. പ്രൊഫസർ എബ്രഹാം എം നിധിരി ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഇന്ന് ഇന്നലെയുടെ സന്തതിയായിരുന്നു, നാളെ ഇന്നിന്റെയും.